നമസ്കാരം, ഈടി മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ടെക്നിക്കൽ അനാലിസിസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളുകളിലൊന്നായ RSI കുറിച്ചാണ്. എന്താണ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്? ഇത് എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്? 70-ന് മുകളിലും 30-ന് താഴെയും പോയാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് അഥവാ RSI വെറും 70-ഉം 30-ഉം നോക്കിയുള്ള ട്രേഡിങ്ങിനപ്പുറം ഡൈവേർജൻസും കൺവേർജൻസും ഉപയോഗിച്ച് എങ്ങനെ ട്രെൻഡ് റിവേഴ്സുകൾ മുൻകൂട്ടി കണ്ടെത്താം? ഒരു തുടക്കക്കാരന് പോലും മനസ്സിലാക്കുന്ന രീതിയിൽ വളരെ ലളിതമായി നമുക്ക് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ട്രേഡിംഗിൽ പ്രൈസ് ആക്ഷൻ പോലെ തന്നെ പ്രധാനമാണ് ഇൻഡിക്കേറ്ററുകളും. നമ്മൾ ഒരു ചാർട്ട് അനലൈസ് ചെയ്യുമ്പോൾ വിലയുടെ കൂടെ തന്നെ ആ വിലയുടെ കരുത്ത് എത്രത്തോളം ഉണ്ട് എന്ന് കൂടി അറിയേണ്ടതുണ്ട്. അവിടെയാണ് മൊമെന്റം ഇൻഡിക്കേറ്റേഴ്സിന്റെ റോൾ വരുന്നത്. ട്രെൻഡ് അനാലിസിസും വില പ്രവചനവും സാമ്പത്തിക വിപണികളിലെ നിക്ഷേപ തീരുമാനങ്ങളിൽ വളരെ പ്രധാനമാണ്. വിപണി സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിനും വരാനിരിക്കുന്ന വിലമാറ്റങ്ങൾ പ്രവചിക്കുന്നതിനും ടെക്നിക്കൽ അനലിസ്റ്റുകൾ വിവിധ സൂചകങ്ങളെ ആശ്രയിക്കുന്നുണ്ട്. ഇത്തരം ടൂളുകളിൽ ഒന്നാണ് മൊമെന്റം ഇൻഡിക്കേറ്ററുകൾ. ഇവ വിലയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളുടെ വേഗതയും ശക്തിയും അളക്കാൻ സഹായിക്കുന്നു. അത്തരത്തിലുള്ള ഒരു ഇൻഡിക്കേറ്ററാണ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്. ഒരു സെക്യൂരിറ്റി ഓവർബോട്ട് അല്ലെങ്കിൽ ഓവർസോൾഡ് അവസ്ഥയിലാണോ എന്ന് തിരിച്ചറിയാൻ ഇത് ഉപയോഗിക്കുന്നു. ഒരു സ്റ്റോക്കിന്റെയോ ഇൻഡെക്സിന്റെയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ട്രേഡബിൾ അസറ്റിന്റെയോ പ്രൈസ് ട്രെൻഡിന്റെ വേഗത മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്ന ഒരു സാങ്കേതിക സൂചകമാണ് RSI. വിപണിയിൽ എപ്പോൾ വാങ്ങണം അല്ലെങ്കിൽ വിൽക്കണം എന്ന് സൂചിപ്പിക്കാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഈ സൂചകം 0-നും 100-നും ഇടയിലാണ് ചലിക്കുന്നത്. കുറഞ്ഞ RSI മൂല്യം ഓവർസോൾഡ് അവസ്ഥയെ സൂചിപ്പിക്കുന്നു. ഉയർന്ന RSI മൂല്യം ഓവർബോട്ട് അവസ്ഥയെയാണ് സൂചിപ്പിക്കുന്നത്. ജെ വെല്ലസ് വൈൽഡർ ജൂനിയർ ആണ് തന്റെ ന്യൂ കൺസെപ്റ്റ്സ് ഇൻ ടെക്നിക്കൽ ട്രേഡിംഗ് സിസ്റ്റം എന്ന പുസ്തകത്തിലൂടെ RSI ഇൻഡിക്കേറ്ററുകൾ ഫോർമുല ആദ്യമായി അവതരിപ്പിച്ചത്. 1978 ജൂണിൽ കമ്മോഡിറ്റീസ് മാഗസീനിലും അദ്ദേഹം ഇതിനെക്കുറിച്ച് പ്രതിപാദിച്ചിട്ടുണ്ട്. അദ്ദേഹം പ്രശസ്തനായ ഒരു ടെക്നിക്കൽ അനലിസ്റ്റും റിയൽ എസ്റ്റേറ്റ് ഡെവലപ്പറും മെക്കാനിക്കൽ എഞ്ചിനീയറുമായിരുന്നു. എന്താണ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സിന്റെ അടിസ്ഥാന തത്വം? വിലയിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെയോ ട്രെൻഡിന്റെയോ ആപേക്ഷിക കരുത്ത് അളക്കുക എന്നതാണ് RSIയുടെ അടിസ്ഥാന തത്വം. ഒരു നിശ്ചിത കാലയളവിലെ ശരാശരി ലാഭത്തെയും ശരാശരി നഷ്ടത്തെയും ഇത് താരതമ്യം ചെയ്യുന്നു. സാധാരണയായി 14 ദിവസത്തെ അല്ലെങ്കിൽ ആഴ്ചകൾ, മാസങ്ങൾ കാലയളവാണ് RSI കണക്കാക്കാൻ ഉപയോഗിക്കുന്നത്. RSI എങ്ങനെ കണക്കാക്കാം? RSI കണക്കാക്കുന്ന രീതി നമ്മളിപ്പോൾ സ്ക്രീനിൽ നൽകിയിട്ടുണ്ട്. RSI ഇൻഡിക്കേറ്റർ നൽകുന്ന സൂചനകൾ കൂടി അറിയാം. 70-ന് മുകളിലാണെങ്കിൽ സ്റ്റോക്ക് ഓവർബോട്ട് ആണെന്ന് കരുതപ്പെടുന്നു. അതായത് വില അമിതമായി വർദ്ധിച്ചിരിക്കുന്നു, ഇനി ഒരു തിരുത്തൽ ഉണ്ടായേക്കാമെന്ന് സൂചിപ്പിക്കുന്നു. 30-ന് താഴെ സ്റ്റോക്ക് ഓവർസോൾഡ് ആണെന്നും കരുതപ്പെടുന്നു. അതായത് വില അമിതമായി കുറഞ്ഞിരിക്കുന്നു, ഇനി ഒരു റിവേഴ്സൽ അല്ലെങ്കിൽ ഒരു ബൗൺസ് ഉണ്ടായേക്കാമെന്നതിന്റെ സൂചനയുണ്ട്. RSI ഡൈവേർജൻസും കൺവേർജൻസും എന്താണെന്ന് നോക്കാം. RSI ഡൈവേർജൻസ് എന്നാൽ ഓഹരി വിലയും RSI സൂചകവും വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന അവസ്ഥയാണിത്. ഉദാഹരണത്തിന്, വില പുതിയ ഉയരങ്ങൾ കീഴടക്കുമ്പോഴും RSI താഴ്ന്ന നിലവാരം കാണിക്കുകയാണെങ്കിൽ അത് ട്രെൻഡ് മാറാൻ പോകുന്നു എന്നതിന്റെ സൂചനയാണ്. RSI കൺവേർജൻസ് എന്നാൽ വിലയും RSIയും ഒരേ ദിശയിൽ നീങ്ങുന്ന അവസ്ഥയാണിത്. ഇത് നിലവിലെ ട്രെൻഡ് ശക്തമാണെന്ന് ഉറപ്പിക്കുന്നു. RSI വളരെ ശക്തമായ ഒരു ടൂളാണെങ്കിലും ഇതിന് ചില പരിമിതികൾ കൂടിയുണ്ട്. ശക്തമായ ട്രെൻഡുള്ള സമയങ്ങളിൽ RSI ദീർഘനേരം ഓവർബോട്ട് അല്ലെങ്കിൽ ഓവർസോൾഡ് മേഖലയിൽ തുടർന്നേക്കാം. ഇത് തെറ്റായ സൂചനകൾ നൽകാൻ കാരണമായേക്കാം. പെട്ടെന്നുണ്ടാകുന്ന വാർത്തകളോ മാർക്കറ്റ് ഷോക്കുകളോ RSI കണക്കിലെടുക്കില്ല. മാർക്കറ്റ് ട്രെൻഡുകൾ വിശകലനം ചെയ്യാൻ RSI മികച്ചതാണ്. സ്റ്റോക്ക് അനാലിസിസ് റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് പരിഗണിക്കുന്നത് കേവലം അക്കങ്ങൾ നോക്കുന്നതിലുപരി വിപണിയുടെ മൊത്തത്തിലുള്ള മാനസികാവസ്ഥയും ആവേശവും അളക്കുന്നതിന് തുല്യമാണ്. ഒരു കമ്പനിയുടെ ഫണ്ടമെന്റൽസ് എത്ര ശക്തമാണെങ്കിലും റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഉപയോഗിച്ച് ഓവർബോട്ട് അല്ലെങ്കിൽ ഓവർസോൾഡ് അവസ്ഥകൾ തിരിച്ചറിയുന്നതിലൂടെ നിക്ഷേപകർക്ക് മികച്ച എൻട്രി എക്സിറ്റ് പോയിന്റുകൾ കണ്ടെത്താനും വിപണിയിലെ അമിത ആവേശത്തിൽ ചെന്ന് ചാടാതെ റിസ്ക് മാനേജ് ചെയ്യാനും സാധിക്കുന്നു. ഇതിനു പുറമെ വിലയും ഇൻഡിക്കേറ്ററും വിപരീത ദിശയിൽ സഞ്ചരിക്കുന്ന ഡൈവേർജൻസ് തിരിച്ചറിയുന്നതിലൂടെ ട്രെൻഡ് മാറ്റങ്ങൾ മുൻകൂട്ടി പ്രവചിക്കാനും വിവിധ ടൈം ഫ്രെയിമുകളിൽ മാർക്കറ്റിന്റെ കരുത്ത് ഉറപ്പിക്കാനും ഈ ടൂൾ സഹായിക്കുന്നു. എന്നിരുന്നാലും ഒരു തെർമോമീറ്റർ പനി ഉണ്ടോ എന്ന് മാത്രം കാണിക്കുന്നത് പോലെ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ് ഒരു സപ്പോർട്ടിംഗ് ഇൻഡിക്കേറ്ററായി മാത്രം കണ്ട് പ്രൈസ് ആക്ഷൻ, വോളിയം, ഫണ്ടമെന്റൽ അനാലിസിസ് എന്നിവയോടൊപ്പം ചേർത്ത് ഉപയോഗിക്കുമ്പോഴാണ് നിക്ഷേപകർക്ക് ഏറ്റവും മികച്ച ഫലം ലഭിക്കുക. എങ്കിലും നിക്ഷേപകർ RSI മാത്രം ആശ്രയിക്കാതെ മറ്റ് ടെക്നിക്കൽ ഇൻഡിക്കേറ്ററും ഫണ്ടമെന്റൽ റിസർച്ചും കൂടി പരിഗണിച്ച് വേണം തീരുമാനങ്ങൾ എടുക്കാൻ.